കൗമാരകലയുടെ കേളികൂട്ടാണല്ലോ കൊല്ലത്തെ കളറാക്കുന്നത്. 4-5 നാൾ ഇനി കലയുടെ ആഘോഷമാണ്. നമുക്ക് ഹരിയും അരുണുമുണ്ട്. ആദ്യം അരുണിലേക്ക് പോവാം. അരുൺ, എങ്ങനെയാണ് ഇപ്പൊ എന്തൊക്കെ മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത്? മത്സരാർത്ഥികളൊക്കെ തന്നെ വളരെ സജീവമായി കൊല്ലത്തെ കളറാക്കുകയാണോ? അതെ, തീർച്ചയായും. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പോയിന്റ് നില വന്നതോടുകൂടി വരാൻ പോകുന്നതോടുകൂടി ഫുൾ സ്വിങ്ങിലേക്ക് ആവാൻ പോകുകയാണ് എന്നൊരു കാര്യം. ഇനി ആദ്യ പോയിന്റ് നില വന്നിട്ടുണ്ട്. ഇനി ആ രീതിയിൽ തന്നെ കലോത്സവം ഇനി ഒരു ആവേശത്തിൻ്റെയിലേക്ക് കടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ കഥ കൂടി നമുക്ക് പറയാനുണ്ടാവും. മറുഭാഗത്ത് നേരത്തെ ആളും ആരവും ഒക്കെ നിറഞ്ഞുകൊണ്ട് തന്നെ ഈ ആശ്രാമം മൈതാനം നിറയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മോഹിനിയാട്ടം ആയിരുന്നു പ്രധാന വേദിയിൽ നടന്നത്. അതിനുശേഷം ഇപ്പോൾ സംഘനൃത്തം തുടങ്ങും. ചാക്യാർകൂത്തുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മുടെ പ്രതിനിധികൾ ഒരു സമഗ്ര കവറേജിനായി എല്ലാ വേദികളിലും ഉണ്ട്. അവിടെ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള നമ്മുടെ പോയിന്റ് നില വന്നിട്ടുണ്ട്. എന്തായാലും ആശ്വാസകരം, എനിക്ക് സന്തോഷം നൽകും. കോഴിക്കോട് മുന്നിലുണ്ട്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാർ ഒന്നും പറയാനൊന്നും ആയിട്ടില്ല, പക്ഷേ കോഴിക്കോട് മുന്നിലുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് അങ്ങനെ തുടക്കത്തിലെ മുന്നിലെത്തുന്ന ഒരു കാഴ്ച ആയിരുന്നില്ല. ഇപ്പൊ എന്താ അരുണിന് സന്തോഷിക്കാം. കാരണം 73 പോയിന്റുമായിട്ട് കോഴിക്കോട് 1-ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുകയാണ്. 2-ാം സ്ഥാനത്ത് ആരെന്നറിയോ? ആതിഥേയരായ കൊല്ലമാണ്. 71 പോയിന്റുമായിട്ട് കൊല്ലമാണ് 2-ാം. കൊല്ലം കൂടി ട്രാക്കിലേക്ക് വരുന്നു എന്നാണ്. ഇപ്പൊ ഒന്നും പറയാനായിട്ടില്ല. അതായത് ഒരു 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ ഈ പോയിന്റ് നില നോക്കുന്ന സമയത്ത് കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പമായിരുന്നു. അതിനുശേഷം 3-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പം കണ്ണൂർ 4-ാം സ്ഥാനത്തേക്ക് കരുത്ത് കാണിക്കട്ടെ. അപ്പൊ അങ്ങനെ ഫുൾ സിംഗിലേക്ക് കൊല്ലം എന്തായാലും ആതിഥേയരുടെ കരുത്ത് കാണിക്കേണ്ട. പിന്നെ കോഴിക്കോടിനെ പറ്റി പറയേണ്ട ഒരു കാര്യമുണ്ട്. കോഴിക്കോട് അധിക കലോത്സവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2-ാമത്തെയും 3-ാമത്തെയും ദിവസം പിറകിലായിരിക്കും. അവിടെ നിന്നാണ് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കിടക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആദ്യം തന്നെ മുന്നിലേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അവസാനത്തെ 2 ദിവസം കൊണ്ട് വലിയ മാർജിനിൽ തന്നെ മുന്നിലെത്തി. അതെ. ഇന്നിപ്പോ പ്രധാനപ്പെട്ട ഒരു മത്സരങ്ങളൊക്കെ ഏകദേശമൊക്കെ ഇന്ന് പൂർത്തിയായി കഴിഞ്ഞു തോന്നുന്നു. മോഹിനിയാട്ട മത്സരം കഴിഞ്ഞതിന് ശേഷം പ്രധാന വേദിയിൽ ഇനിയിപ്പോ സംഘനൃത്തമാണ്. ഇന്നത്തെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു തുടക്കം എന്നേ പറയാനുള്ളൂ. വ്യക്തമായ ഒരു ചിത്രത്തിലേക്കൊന്നും കിടക്കാൻ നമ്മൾ ആയിട്ടില്ല എന്നുള്ളത് തന്നെയല്ലായിരിക്കും. അതെ, ഉറപ്പായിട്ട് ഇന്ന് ഒരു ദിവസത്തെ ഈ പോയിന്റ് നില വെച്ചുകൊണ്ട് ഒരു വ്യക്തമായ ചിത്രമായി എന്ന് പറയാൻ പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ തന്നെ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടങ്ങൾ ഇനിയും കാണാനിരിക്കുന്നേ ഉള്ളൂ. ഈ പറയുന്ന പാലക്കാട് ഇപ്പോൾ 5-ാം സ്ഥാനത്താണെങ്കിലും ഉറപ്പായിട്ടും പാലക്കാട് ഇനിയുള്ള അടുത്ത ദിവസങ്ങളിലെ പോരാട്ടങ്ങൾ കൂടി കഴിയുമ്പോൾ ഉറപ്പായിട്ടും മുന്നിൽ വരുന്ന ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇപ്പോൾ ആതിഥേയരായി നിൽക്കുന്ന കൊല്ലം 2-ാം സ്ഥാനത്താണ്. കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ ഈ 3 ജില്ലകൾക്കും 71 പോയിന്റാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അരീനോട് ചോദിക്കാനുള്ള ഇന്ന് കണ്ട കലോത്സവ കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? ഞാനിന്ന് ഒരു പ്രധാനപ്പെട്ട വേദിയിൽ പോയെന്ന് പറഞ്ഞാൽ, അതായത് വലിയ ആളും ബഹളവും എന്നുള്ള സ്ഥലമല്ല, മത്സരാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ഒക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. കാർട്ടൂൺ മത്സരം നടന്ന വേദി മാത്രമല്ല, അവിടെ തന്നെയായിരുന്നു കഥാരചനാ മത്സരങ്ങളും ഒക്കെ നടന്നത്. അപ്പോൾ അവിടെ പോയി നല്ലൊരു സ്റ്റോറി ഉണ്ട്. അത് നാളെ നമ്മൾ ഓണർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, ഉണ്ട്. അവർക്ക് കിട്ടിയ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് കിട്ടിയ വിഷയങ്ങൾ, ഹൈസ്കൂൾ വിഭാഗത്തിന് കിട്ടിയ വിഷയങ്ങൾ, ഇതൊക്കെ സമകാലിക പ്രസക്തി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നാളെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അരുണ് പോയപ്പോഴും എങ്ങനെയായിരുന്നു? ഞാൻ അറബനൗട്ടിനായിരുന്നു. അറബനൗട്ട് നമുക്കറിയാം, ഈ 8 വ്യത്യസ്തപരമായ മുട്ടുകളുണ്ട് ഇതിന്റെ അകത്ത് തന്നെ. നമ്മളെ ശരീരം ഉപയോഗിച്ച് ഈ കറക്കി പിടിക്കുന്നൊക്കെ കാണാൻ തന്നെ ഒരു രസമാണല്ലോ. മുട്ടിനൊരു മുട്ടുമില്ല. അതെ, മുട്ടിനൊരു മുട്ടുമില്ല. ആകെ ബുദ്ധിമുട്ടാണെങ്കിലും അതൊന്നും താരങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതാണ് താരങ്ങൾക്ക് മുട്ട് കുത്തിയിട്ടാണ്, കാൽമുട്ടിനാണ് പ്രധാനം അറബനമുട്ടിൽ. അപ്പോ താരങ്ങൾക്ക് അത്തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് ഞാൻ അവിടെ ചെന്ന് മനസ്സിലാക്കി. അരി പറഞ്ഞ പോലെ നാളത്തേക്ക് പ്രേക്ഷകർക്ക് ഒരു സമഗ്ര സ്റ്റോറിയായി തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും ഇനി വലിയ പോരാട്ടങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നിലവിലിപ്പോൾ എനിക്ക് രാത്രിയോടുകൂടി ഏകദേശം ഒരു 10-11 പണിയോടുകൂടി എല്ലാ മത്സരങ്ങളും അവസാനിക്കാനാണ് സാധ്യത. ശരി.